പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അതടക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവർ, എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. 2 Thessalonians 1:3. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ. അപ്പൊ അവര് സഹോദര സ്നേഹം വർദ്ധിച്ചു അവരില്ലേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്. പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ, ആത്മസമയം കൊണ്ട് ആത്മസമയത്തെ, ക്ഷമ കൊണ്ട് ക്ഷമയെ, നന്മ കൊണ്ടും ക്ഷമയെ, സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ്. അതാണ് ഈ പൗലോസ് പറയണത്. വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പറയും, വിശ്വാസം സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം അപ്പോൾ അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്, വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയണത്. അപ്പം വിശ്വാസ വർദ്ധനവ് എന്ന് പറയണത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത്. ഒരു കാലത്ത് നഖവും മാംസം പോലെ ഒരേ പാത്രത്തിൽ ഊണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ പോയി നിരങ്ങണ കണ്ടിട്ടില്ലേ. അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ്. കാര്യം നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അസസ് ചെയ്യും. ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നില്ല, പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ അവർ വന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ല, അവരൊന്ന് കൂട്ടുകാരോട് പിക്കിങ്ങിന് പോയില്ലേ, പിന്നെ പോയമാരോട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ എപ്പോഴായാലും ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ്. എല്ലാം മനഃപൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുക്കുന്നത്. കാര്യം എന്താണ്? അപ്പോൾ റിട്ടേൺസ് നമ്മൾ അധികം പ്രതീക്ഷിക്കത്തില്ല. പരസ്പര സ്നേഹമുണ്ട്, പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അല്ലാത്തൊക്കെ ചുമ്മാ നീക്കുപോക്കും അഡ്ജസ്റ്റ്മെൻറ്റും അല്ലേ. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കയറുന്ന എനിക്കൊരു സാക്ഷ്യം പറയാൻ ആവശ്യത ഉണ്ടാക്കി തന്ന അമ്മയോടും ഈശോയോടും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് എ അനന്തകൃഷ്ണപിള്ള, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായ ഒരു പത്രം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൃപാസനം അൽത്താരയിൽ വരുന്നതും അമ്മയുമായി കണ്ട് അമ്മയുടെ പ്രവൃത്തികൾ ഞാൻ ഇഷ്ടപ്പെട്ട് അമ്മയുമായിട്ട് മുമ്പോട്ട് പോകുന്നതും. ഞാൻ 13 വർഷമായിട്ട് എനിക്കൊരു വീടും ഇല്ലാതെ വാടകയ്ക്ക് താമസിച്ച് വരുന്ന ഒരാളായിരുന്നു. ആ ടൈമിലാണ് എനിക്ക് പത്രം കാണാൻ ഇടയായത്. ഞാൻ ഇവിടെ വന്ന്
ഉടമ്പടി 26/8/24 ഉടമ്പടി എടുക്കുകയും അന്നു മുതൽ ഈ നിമിഷം വരെയും അമ്മയിൽ മാത്രം അർപ്പിച്ചും യേശുക്രിസ്തുവിൻ്റെ അർപ്പിച്ചും ജീവിച്ചു വരുന്നൊരു വ്യക്തിയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അമ്മയുടെ കൃപാകടാശത്തിൽ ലോണായി തന്നെ ആയാലും ഒരു 30 ലക്ഷം രൂപ ലോൺ എടുത്ത് എനിക്കൊരു വീടും പുരയിടവും വാങ്ങിക്കാൻ അമ്മ എന്നെ സഹായിച്ചു. അതോടൊപ്പം രണ്ടാമത്തെ സാക്ഷ്യമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ അരവിന്ദ് കൃഷ്ണൻ എന്ന കുട്ടിക്ക് ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ സത്യസന്ധമായിട്ട് ജോലി ലഭിക്കാനും അമ്മയിൽ നിന്ന് കൃപാകടാശം ഉണ്ടായി. കൂടാതെ 14 വർഷമായി എനിക്ക് വിൽക്കാൻ കഴിയാതെ കിടന്നൊരു വസ്തു വിൽക്കാതെ വളരെ മാനസികമായി വിഷമിച്ച് ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും അച്ഛൻ എന്നെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിച്ച് എനിക്കൊരു കാശ് രൂപം തന്നിട്ട് ഇതും പുരയിടത്തിൽ കൊണ്ടുവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബെഞ്ചരിച്ച ഉപ്പും വിതറി നീ ഇത് സ്ഥാപീര്, തീർച്ചയായിട്ടും നിൻ്റെ ഈ വസ്തു വിറ്റോളൂ എന്ന് അച്ഛൻ എനിക്ക് ധൈര്യം തന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആ വസ്തു സത്യസന്ധമായ വിലയ്ക്ക് വിൽക്കാനും ഇപ്പോൾ ഉള്ള കടത്തിൽ നേരെ 3/4 കടങ്ങൾ തീർത്ത് കിട്ടാനും എനിക്ക് അമ്മയിൽ നിന്നുള്ള കൃപാകടാശവും ആവശ്യവും ഉണ്ടായി. ഞാൻ പ്രത്യക്ഷീകരണമായി ചെയ്യുന്നത് ഇവിടെ എല്ലാ മാസങ്ങളിലും വന്ന് എന്നാലാവുന്ന രീതിയിൽ പത്രങ്ങൾ വാങ്ങിക്കുകയും എല്ലാ വീടാന്തരവും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലും പള്ളികളിലുമൊക്കെ വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായും ചെയ്യുന്നത് എല്ലാ മാസവും അനാഥാലയങ്ങളിലേക്ക് എന്നാൽ കഴിയുള്ള രീതിയിലുള്ള അരിയും പച്ചക്കറിയും വാങ്ങി 2 അനാഥാലയങ്ങളിൽ കൊണ്ടുവന്ന് കൊടുത്ത് സമൃദ്ധി തരാറുണ്ട്. കൂടാതെ ഹോസ്പിറ്റലുകളിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ചോറുകൾ പൊതിച്ചോറായി കൊണ്ടുവന്ന് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മാസങ്ങളിലും ഒക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യുകയും എന്നാലാവുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ പേരിലും ഞങ്ങൾ എല്ലാവർക്കും ആവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയെല്ലാം ചെയ്ത് ഞങ്ങൾ കൃതജ്ഞതായി ജീവിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുടുംബവുമായി സത്യസന്ധമായ രീതിയിൽ ജീവിച്ചു പോകുന്നതിന് അമ്മയിൽ നിന്നുള്ള കൃപാകടാശവും ആവശ്യവും ഉണ്ടാകുന്നു. ഇത്രയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ ദിവസവും മുടങ്ങാതെ ഞാനും എൻ്റെ കുടുംബവും എല്ലാ ദിവസവും രാവിലെ 5:30 അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും വൈകുന്നേരവും അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളിലും അമ്മയിൽ യേശുക്രിസ്തുവിൻ്റെയും കാരുണ്യ പ്രവർത്തനത്തിലെല്ലാം ഞങ്ങൾ മുൻകരുത്ത് ഞങ്ങൾ പ്രവർത്തിക്കുകയും ജീവിച്ചു പോവുകയും ചെയ്യുന്നു. ഇനിയും മുൻപോട്ട് ഇതേപോലെ തന്നെ അമ്മ നടത്തും, യേശുക്രിസ്തു നടത്തും എന്ന അനുഗ്രഹത്താൽ ഞാൻ താൽക്കാലികമായിട്ട് ഇവിടുന്ന് വിട പറയുകയാണെങ്കിലും എനിക്ക് വീണ്ടും വന്ന് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാനും എൻ്റെ ഭാര്യയോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് വന്ന അത്ഭുതങ്ങളെല്ലാം അമ്മയ്ക്ക് പറയാനുണ്ട്. അതെല്ലാം എൻ്റെ ഭാര്യ വന്ന് പറയുന്നുള്ള അറിയിപ്പോട് ഞാൻ എത്തുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവാൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹബാക്കൂക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനമാണ്. ഹബാക്കൂക്ക് എന്ന പ്രവാചകൻ ജനങ്ങൾ ആ സമയത്ത് ജീവിച്ചിരുന്ന രീതിയിൽ കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിച്ചത്. ദൈവത്തിൻ്റെ ഉത്തരം ഞാൻ പ്രവർത്തിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ചോദിക്കും, ദൈവമേ കൂടെയുണ്ടോ, എവിടെയാണ് അങ്ങ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നാം ചോദിക്കാം. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാവാം. കഷ്ടപ്പാടുകൾ ഇന്നത്തെ കഷ്ടപ്പാടുകളാവാം നാളത്തെ അത്ഭുതങ്ങൾക്ക് വഴിത്തിരിവാകുന്നതെന്നാണ് ഈ വചനം പറയുന്നത്. നാം ചിന്തിക്കാത്ത രീതിയിലാണ് അനുഗ്രഹങ്ങൾ ഓരോ മക്കളുടെ ജീവിതത്തിലും നാം കാണുന്നത്. പ്രത്യേകിച്ചും ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാവാത്തത് നാളെ ഒരു നല്ല സത്യമായിട്ടാണ് മാറുന്നത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ വൈകുന്നത് പോലെ തോന്നാം. പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ട്, ഒരു പൂർണ്ണമായ സമയം. ആ സമയം പൂർണ്ണമാകുമ്പോൾ പൂർത്തിയാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ദൈവം, നമ്മളെ സംരക്ഷിക്കുന്ന അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമായില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന്. നമ്മുടെ പ്രാർത്ഥനയിലെ ഉടമ്പടി ജീവിതത്തിൽ സ്ഥിരതയോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒന്നും അസാധ്യമല്ല. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് അനന്തകൃഷ്ണപിള്ള എന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 13 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചതിന് ശേഷമാണ് ഒരു ഉടമ്പടി കൃപാസന പത്രം കിട്ടുന്നത്. ആ പത്രം ലഭിച്ച ഉടനെ ഈ സഹോദരൻ ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിലെത്തി.
ലോൺ എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 13 വർഷം സാധിക്കാത്ത കാര്യമാണ് ഈശോയും അമ്മയും കൂടി നടത്തി കൊടുത്തത്. പിന്നീട് 14 വർഷമായിട്ട് വിൽക്കാനിട്ടിരുന്ന ഒരു സ്ഥലമാണ്. അതും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി നമുക്കറിയാം അച്ഛനൊരു നല്ല ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആസ്തിയുണ്ട്. കാരണം അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഡിപ്പോസിറ്റിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം വാങ്ങിത്തരുന്നത്. അച്ഛൻ ഓരോ പ്രാവശ്യവും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ അമ്മയുടെ സന്നിധിയിൽ ചെന്ന് നമുക്ക് വേണ്ടി യാചിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അച്ഛന് അമ്മ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അച്ഛന് പറഞ്ഞ കാശ് രൂപവും എടുത്ത് ഈ സഹോദരൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് 14 വർഷം വിൽക്കാൻ സാധിക്കാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയി കാശ് രൂപം ഇട്ട് ഉപ്പും ആ സ്ഥലത്ത് തന്നെ പ്രതിഷ്ഠിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് 14 വർഷം നടക്കാത്ത കാര്യം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഒരു നല്ലൊരു IT ജോലി ബാംഗ്ലൂരിൽ കൊടുത്താണ് ഈ സഹോദരനെ സഹായിച്ചത്. ഈശോയോട് അമ്മയോടും നമ്മൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കാത്ത, നമ്മളെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത് ഉടമ്പടി മക്കളുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോവും. വിശ്വസിക്കാനാവാത്ത ഓരോ പ്രവൃത്തികളാണ് ഈശോയും അമ്മയും അവരുടെ ജീവിതത്തിൽ നടത്തി കൊടുക്കുന്നത്. അതുതന്നെയാണ് ഹബാക്കൂക്കിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയിക്കുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് വിസ്മയിക്കാനാവാത്ത കാര്യങ്ങൾ. ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇടപെട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നാം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളും കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനന്തകൃഷ്ണ പിള്ളയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് വടക്കേക്കര സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 26, 2025 ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ആ സമയം +2 കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചി നഴ്സിംഗ് ഫൈനൽ എക്സാം ഭയങ്കര ടഫായിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാനത്ര വലിയൊരു വിശ്വാസിയോ മാതാവിൻ്റെ വലിയൊരു വിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 29 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ച്. അതിനുശേഷം ഏപ്രിൽ 9 വെച്ച് ബാംഗ്ലൂർ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കാശൂപം ഞാൻ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും, പിന്നെ തൈലം നെറ്റിയെ തൂക്കും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 9 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യം വന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരെല്ലാം മാതാവിൻ്റെ ഓരോ പ്രസൻസ് കിട്ടി, അങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 9 ഞാൻ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോകുന്ന അന്ന് രാത്രി മാതാവിന് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും മാതാവും എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായി, ഞാൻ എക്സാം പാസ്സാവും, എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ ആ എക്സാം പാസ്സായി. പക്ഷേ അതിന് മുമ്പ് മാർച്ച് 29 ഞാൻ എഴുതിയ എക്സാം ഞാൻ പാസ്സായില്ല. ഒന്നാമത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ എൻ്റെ വിശ്വാസം പകുതി കുറഞ്ഞു. ഇപ്പം നേരത്തെ എക്സാം എഴുതിയത് അത് എനിക്കറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സായതായിരിക്കാം എന്നൊരു തോന്നലേക്ക് അപ്പം തന്നെ ഞാൻ പോയി, എനിക്ക് വലിയ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തിനാ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജൂൺ പിന്നെ ഓഗസ്റ്റ് ഈ 2 മാസവും ഞാൻ 2 മൊഡ്യൂൾ എക്സാം എഴുതി. പക്ഷേ ഈ 2 ഞാൻ പാസ്സായില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി തൈലമൊക്കെ ഉപയോഗിച്ച് കാശുവൊക്കെ കൊണ്ട് തന്നെ
തന്നെയാണ് പോയത്. പക്ഷേ ഇത് രണ്ടും ഞാൻ പാസ്സായില്ല. അപ്പം ഞാൻ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ആകാത്തതല്ല, വർക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ ആത്മീയമായ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളല്ല ഉടമ്പടിയിൽ നോക്കേണ്ടത്, മറിച്ച് കുർബാനയ്ക്ക് പോകാൻ ഒരു വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് പോലും ഇല്ല, എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ആത്മീയമായ ഒരുപാട് ഞാൻ വളർന്നു, എൻ്റെ വിശ്വാസക്കുറവൊക്കെ മാറി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വേറെ ഒരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തോ ആരോ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു. ഞാൻ 4 മൊഡ്യൂൾ വീണ്ടും പോയി വേറെ ലെവൽ എഴുതി നോക്കി. അന്ന് എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ എക്സാം എഴുതാൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പം മാതാവ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി. എൻ്റെ യാത്രയിൽ ഫുള്ള് മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ 4 മൊഡ്യൂളും ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഫെബ്രുവരിയിലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ 1 മാസത്തോളം സമയമുണ്ടായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ നടത്തി കോൺട്രാക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി, എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോയിൻമെൻറ്റിന് പോയി. ഞാൻ തൈലമൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉപ്പൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി. അതുവരെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ 1 മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കാണ് അവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ആകാറായി. എനിക്ക് അവിടെ നിന്ന് നല്ല പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിനി ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം സമയം പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് എനിക്ക് തരണം, എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, ആ ഡേറ്റ് തന്നെ എനിക്ക് തരണം എന്ന് ഞാൻ വെച്ചു. ഞാൻ വെച്ച തീയതി മാർച്ച് 26 മാർച്ച് 26 ഇന്നലെ രാവിലെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും വന്നു. ഞാൻ മാർച്ച് 26 വെക്കാനുള്ള കാരണം 2025 മാർച്ച് 26 ഞാൻ ഉടമ്പടി എടുത്തത്. ഇന്നലെ കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ ഞാൻ വെച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി. അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര എമൗണ്ടാണ്, ലക്ഷങ്ങളാണ് ഒരു 1 വേ തന്നെ. അപ്പോൾ പ്രാർത്ഥിച്ച് അത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് മാതാവ് തന്നെ ചെയ്തു തന്നാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. എനിക്ക് കൃത്യം 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കുന്നത്. ഒരു സംശയമില്ല. ഇത്രയും നാൾ എൻ്റെ മെറിറ്റിൽ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ലൈഫിൽ തോൽവികൾ എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റ് മാത്രം വിശ്വസിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പറ്റാവുന്ന മാസങ്ങളിലൊക്കെ ഇവിടെ വരികയും പത്രം വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കാണും, പറ്റുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി പറ്റുന്ന പോലെയൊക്കെ ചിലരെയൊക്കെ സഹായിക്കും. പിന്നെ പൊതിച്ചോറൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ സിസ്റ്റർ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ആത്മീയമായ വളർച്ചയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വീട്ടിൽ അമ്മ വഴക്ക് പറയും, അല്ലെങ്കിൽ ചേട്ടൻ വഴക്ക് പറയും പള്ളിയിൽ പോകാത്തതുകൊണ്ട് എന്ന് പേടിച്ച് മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയുടെ ദിവസമായിട്ട് ഇപ്പോൾ ആഘോഷിക്കും. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ പറ്റി. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വചനമാണ്. സ്വന്തം മെറിറ്റിൽ വിശ്വസിച്ചു. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഹാവ് ദ മെറിറ്റ് എന്ന് വിശ്വസിച്ചു.
പിന്നീടാണ് ഈ മകൾ ഒരു വേറെ രീതിയിൽ ഉടമ്പടി ജീവിതം നയിച്ചതിൽ പിന്നെ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ എന്തെങ്കിലും അപാകതയുണ്ടോ എൻ്റെ ആത്മീയ ജീവിതത്തിലെന്ന് പിന്നീട് ഒരു പുനഃപരിശോധന എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഈ മകൾ വീണ്ടും ആത്മീയ ജീവിതത്തിലേക്കാണ് പിന്നീട് മുൻപോട്ട് പോകുന്നത്. 4 മൊഡ്യൂൾ എഴുതിയപ്പോഴും ഫെയിലിയറും സക്സസ്സും എല്ലാം ഒന്നിച്ചൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പിന്നീട് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് ദൈവം ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്, വേറൊരു ലെവലിൽ നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മകൾ വേറൊരു ലെവലിലേക്കുള്ള വേറെ കാറ്റഗറിയിലേക്കുള്ള എക്സാമിന് വേണ്ടി റെഡി ആവുകയും ആ എക്സാമിന് പോകുന്ന ദിവസം എപ്പോഴും സ്വന്തം അമ്മയുടെ കൂടെയാണ് പരീക്ഷയ്ക്ക് പോകാറുള്ളത്. പക്ഷേങ്കിൽ ആ പരീക്ഷയുടെ ദിവസം അമ്മയുടെ അച്ഛൻ മരിച്ചു പോയതിന് കാരണം അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോട് കൂടിക്കൊണ്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. 4 മൊഡ്യൂൾ കിട്ടാതിരുന്ന, പ്രീവിയസ് എക്സാമിന് കിട്ടാതിരുന്ന ഈ മകൾക്ക് അന്നത്തെ ആ 4 മൊഡ്യൂളും പെട്ടെന്ന് കിട്ടുകയായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ഈശോയ്ക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈശോയും അമ്മയും സെൻറ്ററായപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. അങ്ങനെയാണ് ഈ മകൾ പാസ്സായത്. പിന്നീടുള്ള വിസ അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് വിസയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്തത്. 3 ദിവസം ബാക്കിയിരിക്കുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെട്ട് ടൈം ഷോർട്ടനിങ് അമ്മയാണ് കോൺട്രാക്റ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അതും സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ അമ്മ കേൾക്കാതിരിക്കുക പ്രാർത്ഥന. പിന്നീടാണ് ഡേറ്റ് ഇട്ട് വീണ്ടും ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അത് മാർച്ച് 25-ാം തീയതിയാണ് ഉടമ്പടി എടുത്ത ദിവസം. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ മാർച്ച് 26 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. മാർച്ച് 26-ന് മുമ്പ് തന്നെ ഈ മകൾക്ക് ജർമ്മനിക്കുള്ള ടിക്കറ്റ് കിട്ടുകയും വിസ 7ാമത്തെ പേജിൽ സീൽ ചെയ്ത് കിട്ടുകയുമാണ് ചെയ്തത്, അടിച്ചു കിട്ടുകയാണ് ചെയ്തത്. 7ാമത്തെ പേജ് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ദിവസമാണ്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. അതുകൊണ്ടാണ് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഗിഫ്റ്റാണിത്. അമ്മ തന്ന ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് സജീന ഫ്രാൻസിസ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ നന്ദി പറഞ്ഞിട്ട് വേണം ജർമ്മനിക്ക് പോകുവാനായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരമ്മയാണ്. വിദൂരത്തിൽ നിന്ന് നമ്മുടെ കൈപിടിച്ച് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരമ്മയാണ്. നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹവും അനന്തമായ സ്നേഹത്തിലേക്കാണ് ഈശോയും അമ്മയും നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് വിശ്വാസവും വിശ്വസ്തതയുമാണ്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയോടെ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയുടെയും അമ്മയുടെയും അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സജീനയ്ക്കും കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.